എപ്പിസോഡിക് മൈഗ്രെയിൻ പോലെ ഇടവിട്ട് വരുന്ന തലവേദനകൾ ക്രോണിക് മൈഗ്രെയിൻ ആയി ഡെവലപ്പ് ചെയ്യുന്നത് പല മൈഗ്രെയിൻ പേഷ്യൻസിലും കാണാറുണ്ട്. ഫ്രീക്വന്റ് ആയി പെയിൻ കില്ലേഴ്സ് പോലുള്ള അക്യൂട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നവരിലാണ് ക്രോണിക് മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അധിക നേരം നീണ്ടു നിൽക്കുന്ന ഓക്കാനം, ഛർദി, പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക, വ്യായാമക്കുറവ്, ഒബേസിറ്റി, ഉറക്കത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സൈനസൈറ്റിസ്, അഡിനോയിഡ് എന്നിവയുടെ ഭാഗമായി ഇടയ്ക്കിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക എന്നിവയും ക്രോണിക് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമായേക്കാം. ആഴ്ചയിൽ 1, 2 അല്ലെങ്കിൽ ഒരു മാസത്തിൽ 9-ലധികമോ തവണ തലവേദനയ്ക്ക് അക്യൂട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന തലവേദനകൾ ക്രോണിക് മൈഗ്രെയിൻ ആകാനുള്ള സാധ്യതയുണ്ട്. മൈഗ്രെയിൻ അറ്റാക്സിന്റെ രീതികൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത് ക്രോണിക് മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത്തരം ഫ്രീക്വന്റ് ആയി വരുന്ന തലവേദനകൾ മറ്റു കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാതെ ക്രോണിക് മൈഗ്രെയിൻ ആണെന്ന് മിസ് ഡയഗ്നോസിസ് ചെയ്യാനും സാധ്യതയുണ്ട്. ദീർഘകാലമായി നിൽക്കുന്ന തലവേദനകളും അവയുടെ ബുദ്ധിമുട്ടുകളും ശരിയായ രീതിയിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ വിലയിരുത്തി മരുന്ന് കഴിക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന തലവേദനയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങളും വിലയിരുത്തിയാണ് ഓരോ മരുന്നുകളും ഹോമിയോപ്പതിയിൽ നൽകുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.